ഞാനും 4 പിള്ളേരും കൂടെയുള്ള ഫ്ലൈറ്റ് യാത്രയാണ് ഒരു ചെറിയ വീഡിയോ ആക്കി ഇട്ടേക്കുന്നത്. 24 മണിക്കൂറിൻ്റെ ജേണി ആയിരുന്നു ലണ്ടനിൽ നിന്നും ട്രിവാൻഡ്രം വരെ ഞങ്ങൾക്ക് വരാനായിട്ട്. അപ്പം വളരെ പെട്ടെന്ന് തീരുമാനം എടുത്തതാണ്. അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സമയമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേക്കും 9 മണിക്കുള്ള ഫ്ലൈറ്റിന് 7 മണിയായപ്പോൾ തന്നെ ഞങ്ങളെത്തി. അപ്പോൾ പിന്നെ നമുക്ക് ബോർഡിങ്ങൊക്കെ കിട്ടിക്കഴിഞ്ഞാലും സാവധാനം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർനെയിമിൻ്റെ പ്രശ്നം കാരണം അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ചധികം നേരം ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരെനിക്ക് ബോംബെയിലേക്കുള്ള ബോർഡിംഗ് പാസ് തന്നില്ല, അത് അവിടെ ചെന്നിട്ട് മേടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ഒരു 8:15 ആയപ്പോഴാണ് നമുക്കതെല്ലാം കിട്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ചെക്കിങ്. അന്നേരമാണെങ്കിൽ ഒടുക്കത്തെ ചെക്കിങ്. അവർ എൻ്റെ ഫ്ലാസ്കിനകത്ത് ഒക്കെ നോക്കി ചൂടുവെള്ളമാണെന്ന് തന്നെ കൺഫേം ആക്കി. പിന്നെ എൻ്റെ കൈയൊക്കെ പോയി ഞാനത് തൊട്ട് എൻ്റെ മുടിയിലെല്ലാം ടെസ്റ്റ് ചെയ്യുന്നു, അവിടെ ചെക്ക് ചെയ്യുന്നു, ഇവിടെ ചെക്ക് ചെയ്യുന്നു, ഒന്നും പറയണ്ട. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എത്തുമ്പോഴത്തേക്കും 9 മണിയായി. എന്നിട്ട് പിന്നെ ക്യാബിൻ ക്രൂ കൂടി വന്ന് എന്നെ പിള്ളേരെയും ആയിട്ട് വേഗം കയറ്റിയപ്പോഴത്തേക്ക് എല്ലാവരും അതിശയിച്ച് എന്നെ തന്നെ നോക്കുവാണ്. ഇത്ര നേരം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത് ഇതിനായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരുപാട് പേര് സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാനും പിള്ളേരുമായിട്ട് മാത്രമേ ഉള്ളൂ എന്നൊക്കെ കണ്ടപ്പം ഈ പറഞ്ഞ പോലെ മുംബൈയിൽ ചെന്നപ്പോൾ സർനെയിമിൻ്റെ പ്രശ്നം കാരണം ബോർഡിംഗ് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നേരം അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അവിടെ നമുക്ക് സെൽഫ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് ലഗേജ് എടുത്തിട്ട് വേണമായിരുന്നു പോകാൻ. അപ്പോൾ ലഗേജ് എടുത്ത് അവിടെ പിന്നെ നമുക്ക് സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കൊച്ചുങ്ങളൊക്കെ മടുത്തായിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഞാനും അങ്ങനെ എപ്പോഴും സൈഡ് സീറ്റ് പണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എപ്പോഴും നമുക്ക് കിട്ടത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പിന്നെ കൊച്ചുങ്ങളായതിനു ശേഷം സൈഡ് സീറ്റ് കിട്ടിയപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞെങ്കിലും പാൽ കൊടുക്കേണ്ട ആയതുകൊണ്ട് ഞാൻ തന്നെ സൈഡ് സീറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവിടെ നിന്ന് ലഗേജ് എടുത്തു. ക്യാബിൻ ക്രൂ ഉൾപ്പെടെ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ചോദിക്കാതെ തന്നെ കുറേ സഹായിച്ചിട്ടുണ്ടായി. എനിക്ക് പൊതുവേ മറ്റുള്ളവരുടെ സഹായം ചോദിച്ച് ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ. അപ്പോൾ ഞാൻ നോട്ട് ദ പോയിൻ്റ്. എനിക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വലിയ പാടാണ് എന്ന് പറഞ്ഞവർക്ക് നോക്ക്, കൺകുളിർക്കെ കാണും. ഞാൻ ആരുടെയും സഹായം ഇല്ലാതെയാണ് ഈ 4 പിള്ളേരെയായിട്ട് വന്നത്. എൻ്റെ പിള്ളേരെ നോക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട.